السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ ബുൽദാനി ശർ, അല്ലാഹുവിന്റെ റസൂലേ, ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ലാ അദ്രി, എനിക്കറിയില്ല. ഫലമ്മ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ അയ്യുൽ ബുൽദാനി ശർ, ജിബ്രീലെ, ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ അജ്രി ഹത്ത അസ്അല റബ്ബി, എന്റെ റബ്ബിനോട് ചോദിക്കുന്നത് വരെ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. ജിബ്രീലിന്റെ മറുപടിയും അതാണ്. അങ്ങനെ ഫൻതലഖ ജിബ്രീൽ, ജിബ്രീൽ അവിടുന്ന് പോയി. ثم مكث ما شاء الله ان يمكث, അല്പസമയത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക സഅൽതനി അയ്യുൽ ബുൽദാനി ശർ, നീ എന്നോട് ചോദിച്ചിരുന്നു ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്? ഫഖുൽതു ലാ അദ്രി, ഞാൻ പറഞ്ഞിരുന്നു എനിക്കറിയില്ല എന്നുള്ളത്. വഇന്നി സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അയ്യുൽ ബുൽദാനി ശർ, ഏറ്റവും മോശപ്പെട്ട നാട് ഏതാണ്, സ്ഥലമേതാണ്? ഫഖാല, അല്ലാഹു തആല സമയത്ത് മറുപടിയായി പറഞ്ഞു, അസ്വാഖുഹ, ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് അങ്ങാടികളാണ് എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്. ഈ ഹദീസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണ്? അറിവില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയണം. അറിയാത്തത് പറയുക എന്നുള്ളത്, ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഏറ്റവും അറിവുള്ള നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അറിയാത്തൊരു വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല, റസൂലിന് തോന്നിയത് പറയുകയില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും
ചെയ്യുകയില്ല. ജിബ്രീലിന്റെ മറുപടിയും എന്താണ്? അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അല്ലാഹു തആല ഉത്തരം പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് മറുപടിയായി വന്ന് പറഞ്ഞത്. ഇത് വലിയൊരു ഗുണമാണ്. അല്ലെങ്കിൽ വിശ്വാസിക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. അറിയാത്തത് അറിയില്ല എന്ന് പറയണം. ചോദിക്കപ്പെട്ടാൽ അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയാൻ നമ്മൾക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിസരത്തിൽ ആളുകൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യമാണ് ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത്. ഒരക്ഷരം പോലും ദീനിനെ കുറിച്ച് പഠിക്കാത്ത ആളുകൾക്കും ദീനിൽ സംസാരിക്കാനും ദീനിനെ കുറിച്ച് അഭിപ്രായം പറയാനും വലിയ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ആരും എന്തും പറയും, ആർക്കും ദീനിൽ പറയാം, ദീനിന്റെ കാര്യത്തിൽ അവന്റേതായ ഒരു അഭിപ്രായം പറയാം എന്നുള്ളിടത്താണ് കാര്യമുള്ളത്. സമൂഹത്തിലെ ആളുകൾക്ക് തീരെ കൈകാര്യം ചെയ്യാൻ പേടിയില്ലാത്തൊരു വിഷയമായി ദീനിന്റെ വിഷയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ വർഷങ്ങളായി ദീനി രംഗത്തുണ്ടാകും, പക്ഷെ കാര്യമായി ഒന്നും പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ ആദ്യം നമ്മുടെ ഖദർ, നമ്മളുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ്, എനിക്കെന്തറിയാം, ആ ഒരു തിരിച്ചറിവാണ് പ്രധാനം. എനിക്കെല്ലാം അറിയാമെന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഒരു കാര്യം അവനോട് ചോദിച്ചാൽ അവൻ അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇദാ അറഫൽ ഇൻസാനു മിഖ്ദാറഹു ലം യഫ്ഖരിൽ മൗല അലാ അബ്ദിഹി എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ കഴിവെന്താണ്, അവനെത്രത്തോളമുണ്ട് എന്ന് അവൻ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്താണ്, ഞാനായ ഈ മനുഷ്യൻ, എനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊരുത്തൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലം യഫ്ഖരിൽ മൗല അലാ അബ്ദിഹി, ഒരു യജമാനനും തന്റെ അടിമയോട് അഹങ്കാരം കാണിക്കൂല. അത്രയും ദുർബലനാണ് മനുഷ്യൻ എന്നുള്ളതാണ് സത്യം. അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള അറിവ് തന്നെ വളരെ കുറച്ചാണ്. വളരെ കുറച്ച് അറിവേ നമ്മൾക്ക് നൽകിയിട്ടുള്ളൂ. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ നമ്മളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് ഇവിടെ ലഭിച്ചിട്ടുള്ള അറിവ് തന്നെ വളരെ കുറവാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ എത്രയോ പിന്നിലാണ്. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എന്തും തോന്നിയത് പറയരുത്. ഇപ്പൊ ഭൗതികമായ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടൂല. നമ്മൾക്കറിയില്ല, നമ്മളത് മാറി നിൽക്കും. പക്ഷെ ഏത് സാധാരണക്കാരനും പൊതുവെ ദീനിന്റെ വിഷയത്തിൽ അവൻ മനസ്സിലാക്കിയ ഒരു അഭിപ്രായം കാച്ചിക്കളയും. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഇവിടെ നമ്മളെ വലിയ ചർച്ച നടക്കുന്ന ഒരു കൊറോണ വൈറസിനെ കുറിച്ചാണ്. വൈദ്യശാസ്ത്രം എന്താണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് ഒരു അക്ഷരം കൊറോണ വൈറസ് എന്ന് സ്പെല്ലിംഗ് തെറ്റാതെ അവന് എഴുതാൻ അറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് അവൻ വാചാലമായി സംസാരിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവന്റെ വർത്താനം വില വെക്കുവോ? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഭൗതിക വിഷയത്തിൽ ആളുകൾ അത് പരിഗണിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം ഒട്ടുമേ പഠിക്കാത്ത ഒരാൾ വൈദ്യം പറഞ്ഞാൽ എത്രമാത്രം പുച്ഛത്തോടു കൂടിയാണ് നമ്മൾ അവന്റെ സംസാരത്തെ തള്ളിക്കളയുക. എന്നാൽ ദീൻ ഒരു അക്ഷരം പഠിച്ചിട്ടില്ലാത്ത, ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത വിവരദോഷികൾ സംസാരിക്കുന്നത് പോലും കേൾക്കാനും അതിന് ചെവി കൊടുക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു പ്രശ്നമാണത്. ആളുകൾക്ക് പേടിയില്ലാതെയായി. ദീനിന്റെ വിഷയത്തിൽ എന്തോ കേട്ടത്, പണ്ടെന്നോ പഠിച്ചത്, അത് ശരിയാകാം തെറ്റാകാം, അത് മനസ്സിൽ എവിടെയോ ഒന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ അതെടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങ് കാച്ചിക്കളയും. അതൊന്ന് പരിശോധിക്കാനോ അത് ഉറപ്പുവരുത്താനോ പഠിച്ചത് ശരിയാണോ, ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെന്തെന്ന് ഒന്നും അവന് അറിയേണ്ടതില്ല. അവനത് പറഞ്ഞു കളയും. അത് ഈ ദീനി വിജ്ഞാനത്തിന്റെ ഗൗരവം അവന് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവന്റെ അഹങ്കാരം കൊണ്ടാണ്. ഇനി നമ്മൾ നമ്മുടെ സലഫുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്താണ് ഈ വിഷയത്തിൽ അവർ കാണിച്ചിരുന്ന അവരുടെ സൂക്ഷ്മത? നമ്മളും അവരും എവിടെ കിടക്കുന്നു? എല്ലാ വശത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവരെക്കാൾ എത്രയോ പിന്നിലാണ്. പക്ഷേ അവരങ്ങേറ്റം സൂക്ഷ്മത കാണിച്ചിരുന്ന, എന്നാൽ അവർക്ക് നമ്മളെക്കാൾ എത്രയോ 100 ഇരട്ടി അതിന് അർഹതയുണ്ടായിട്ട് പോലും അവർ കാണിച്ച സൂക്ഷ്മതയുടെ 1% പോലും നമ്മൾ ദീനീ വിഷയത്തിൽ അഭിപ്രായം പറയുന്നിടത്ത് പരിഗണിക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
അതാണ് സത്യം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് തന്നെ പറഞ്ഞു. അതാണ് ഇത് വലിയൊരു ഗുണമാണ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഒരു ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അപകടം? അറിവില്ലാതെ നമ്മൾ ഒരാൾക്ക് ഫത്വ കൊടുത്താൽ എന്താണ് അതിന്റെ അപകടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മൻ ഉഫ്തിയ ബിഗൈരി ഇൽം, അറിവില്ലാതെ ഒരുത്തന് ഫത്വ നൽകപ്പെട്ടാൽ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, ആരാണോ ആ ഫത്വ നൽകിയിട്ടുള്ളത് അവനാണ് അതിന്റെ തിന്മ, അതിന്റെ തെറ്റ് അവനാണ്. നമ്മൾ അറിവില്ലാതെ ഒരാൾക്ക് വിധി പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫത്വ പറഞ്ഞു കൊടുത്താൽ ആ ഫത്വ പറഞ്ഞവനാണ് അതിന്റെ കുറ്റമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്ന് പറയാൻ നമ്മൾ ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല. അറിയാത്തത് ദീനിന്റെ വിഷയത്തിൽ അറിയില്ല എന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. ഇമാം ശഅബി റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ഒരു വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, അലാ തസ്തഹി മിൻ ഖൗലിക് ലാ അദ്രി, ലാ അദ്രി എന്ന് പറയാൻ താങ്കൾക്ക് നാണമില്ലേ? എനിക്കറിയില്ല എന്ന് പറയാൻ താങ്കൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? വഅൻത ഫഖീഹു അഹ്ലിൽ ഇറാഖ്, താങ്കൾ ഇറാഖുകാരുടെ ഫഖീഹാൻ, വലിയ പണ്ഡിതനാണ്, താങ്കൾക്ക് ലാ അദ്രി എന്ന് പറയാൻ ലജ്ജയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇമാം ശഅബിയുടെ മറുപടി എന്താണ്? ഇമാം ശഅബി റഹിമഹുല്ലാ പറഞ്ഞത്, ലാകിന്നൽ മലായികത ലം തസ്തഹി, മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല. മലക്കുകൾ അല്ലാഹു തആല അംബിഊനി ബിഅസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരു അറിവുമില്ല എന്നവർ സമ്മതിച്ചു. മലക്കുകൾ അതിന് ലജ്ജിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തിന് ലജ്ജിക്കണമെന്നാണ് ഇമാം ശഅബി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സലഫുകൾ അഥവാ സഹാബത്തെടുത്ത് സഹാബികൾ മുതലിങ്ങ് അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാത്ത വിഷയത്തിൽ അറിയില്ല എന്ന് പറയാൻ അവർക്ക് യാതൊരു നാണവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ലജ്ജയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദീനിയായ വിഷയങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ വളരെ ഗൗരവത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വിഷയത്തിൽ ആളുകൾ പ്രചരിപ്പിച്ച ആ വ്യഭിചാരാരോപണത്തിന് അല്ലാഹു തആല അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറങ്ങിയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവര് ചോദിക്കുന്നുണ്ട്, നിരപരാധിയാണെന്ന് അല്ലാഹു തആല സൂറത്തു നൂറിൽ ആയത്തിറക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ തലയിൽ ചുംബിച്ചു. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഒരു മാസത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പ്രയാസപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ ന്യായീകരിച്ചില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നിരപരാധിയാണെന്ന് അല്ലാഹു തെളിയിച്ചപ്പോ അലാ അദർതനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി താങ്കൾക്ക് എന്നെ കുറിച്ച് ഉദ്ർ പറഞ്ഞുകൂടായിരുന്നോ? ഒരു ഒഴിവ് കഴിവ് അല്ലെങ്കിൽ എന്റെ നിരപരാധിത്വം പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്? അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മകളെ ന്യായീകരിക്കാതിരുന്നത്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു സമാഇൻ തുളില്ലുനി, ഏതു ആകാശമാണ് എനിക്ക് തണലേകുക, വ അയ്യു അർദിൻ തുഖില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക, ഇദാ ഖുൽതു മാ ലാ അലം, എനിക്കറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെ ഏറ്റെടുക്കും എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇതേ സംഭവം ഇതേ ആശയത്തിൽ തന്നെ ഇബ്നു അബി മുലൈഖ റഹിമഹുല്ലാ പറയുന്നത് കാണാം. ഒരു ആയത്തിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് കാണാം. അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്തിന് അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു ആശയം ഞാൻ വിശദീകരണമായി പറഞ്ഞാൽ ആരെന്നെ ഏറ്റെടുക്കും?
എനിക്കത് പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായിരുന്നു സഹാബത്ത്. അവർക്കറിയാത്ത വിഷയം അറിയില്ല എന്ന് തന്നെ പറയും. കാരണം ഇവിടെ അറിയാത്ത വിഷയം അറിവില്ലാതെ സംസാരിച്ച ആളുകളുടെ മുമ്പിൽ ഒരു വലിയ പണ്ഡിത വേഷധാരിയായി അല്ലെങ്കിൽ പണ്ഡിതനായി അറിയപ്പെടുന്നതിനേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ട കാര്യം നാളെ പരലോകം അത് ഞാൻ അറിവില്ലാത്ത കാര്യം സംസാരിച്ചാൽ എനിക്ക് നഷ്ടമാകും എന്ന പേടിയായിരുന്നു. ഇമാം സുഹരി റഹിമഹുള്ള മഹാനായ താബിഈയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. മഹാനായ സഹാബി, നമുക്കറിയാം ആരാണ് ഇബ്നു ഉമർ. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ പണ്ഡിതനായ സഹാബിയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അറാബിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അൻത അബ്ദുല്ലാഹി ഇബ്നു ഉമർ, താങ്കളാണോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. സഅൽതു അൻക ഫദുലിൽതു അലൈക, താങ്കളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങളാണ് എന്ന് എനിക്ക് ആളുകൾ കാണിച്ചു തന്നു. ഫഅഖ്ബിർനി അതരിസുൽ അമ്മ, എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. അതരിസുൽ അമ്മതു, പിതാവിന്റെ സഹോദരി, അവർക്ക് അനന്തരാവകാശം ലഭിക്കുമോ എന്നൊരു ചോദ്യം. ഒരാൾ മരിച്ചു, അയാളുടെ പിതാവിന്റെ സഹോദരി, അവരുടെ അമ്മായി, അവൾക്ക് അനന്തര സ്വത്തിൽ വിഹിതമുണ്ടോ എന്നാണ് ചോദ്യം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ആ വിഷയം. അപ്പൊ അറാബി ചോദിച്ചു, അൻത ലാ തദ്രി, താങ്കൾക്കറിയില്ല എന്നോ? താങ്കൾക്കറിയില്ല എന്നോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ എനിക്കറിയില്ല. ഇദ്ഹബ് ഇലൽ ഉലമാഇ ബിൽ മദീന ഫസ്അൽഹും, മദീനയിലെ പണ്ഡിതന്മാരോട് പോയി നീ ചോദിക്കുക, അവിടെ പോയി നീ ചോദിക്കുക. ആ സമയത്ത് അറാബിയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നോക്ക്, ഫലമ്മ അദ്ബറ ഖബ്ബല യദൈഹി വഖാൽ, അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഇബ്നു ഉമറിന്റെ കൈ ചുംബിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉമറിന്റെ കൈ ചുംബിച്ചിട്ട് അറാബിയായ മനുഷ്യൻ പറഞ്ഞു, നിഇമ്മ ഖാല അബു അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ള വർത്തമാനം എത്ര നല്ല വർത്തമാനമാണ്. അബു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആരാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അബു അബ്ദുറഹ്മാൻ പറഞ്ഞ സംസാരം എന്തു നല്ല സംസാരമാണ്. ഇദാ സുഇല അമ്മാ ലാ യദ്രി, അയാൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കപ്പെട്ടു, ഫഖാല ലാ അദ്രി, അറിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തു നല്ല സംസാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇബ്നു ഉമറിനെ കുറിച്ചുള്ള മതിപ്പ് കൂടുകയാണ് ചെയ്തത്. നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ ചിലപ്പോ നേരെ തിരിച്ചായിരിക്കും. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരാൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും അറിയില്ല എന്നുള്ള നിലക്കാണ് ആളുകൾ ചോദിച്ച ആളെന്നെ മനസ്സിലാക്കുക. പക്ഷെ ഈ അറാബിയായ പൊതുവെ സംസ്കാരശൂന്യന്മാരായിട്ടുള്ള ആളുകളായിട്ടാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. നഗരവുമായി അത്ര ബന്ധമില്ലാത്ത, സംസ്കാരത്തിന്റെ വിഷയത്തിൽ അത്ര, അദബിന്റെ വിഷയത്തിലൊന്നും അത്ര ശ്രദ്ധയില്ലാത്ത, പക്ഷെ അവർക്ക് പോലും തോന്നിയത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞത് വല്ലാത്തൊരു സംസാരമാണ്, അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന ഇൻദഹു ഇൽമുൻ ഫൽയഖുൽ ബിഹി, അറിയുന്ന കാര്യം ഉണ്ടെങ്കിൽ അവൻ അത് പറയട്ടെ. വമൻ ലം യകുൻ ഇൻദഹു ഇൽമുൻ ഫൽയഖുൽ അല്ലാഹു അലം, അറിയാത്ത കാര്യമാണ് എങ്കിൽ അവൻ പറയേണ്ടത് എന്താണ്? അല്ലാഹു അലം, അല്ലാഹു അലം എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാഹു അലം എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയായിരുന്നു സലഫുകൾ ചെയ്തിരുന്നതും പഠിപ്പിച്ചിരുന്നതും. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ, എന്തും ചോദിക്കാം, എല്ലാത്തിനും ഉത്തരവുണ്ട് എന്ന രൂപത്തിലിരിക്കുന്ന ആളുകളായിരുന്നില്ല സലഫുകൾ. ദീനിന്റെ വിഷയത്തിൽ പോലും അവർ ആ വിഷയത്തിൽ വലിയ അറിവുള്ള ആളുകളാണെങ്കിലും എന്തും ചോദിച്ചോളൂ, എന്തിനും ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ എല്ലാവരും ഇരുന്നിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു അസറാണ്, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു, ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു അൻഹു, എല്ലാ ചോദ്യത്തിന്, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഫത്വ നൽകുന്നയാൾ, ഫഹുവ മജ്നൂൻ, അവൻ ഭ്രാന്തനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ട്. അവരെ കുറിച്ച് എന്താണ് ഇബ്നു അബ്ബാസും ഇബ്നു മസ്ഊദൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഭ്രാന്തന്മാരാണ്.
എല്ലാ ചോദ്യത്തിനും അവന്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്ന നിലക്ക്. അതുപോലെ തന്നെ ബർറ റളിയല്ലാഹു അൻഹു, നമ്മൾ കഴിഞ്ഞ വിഷയം, അതിന് മുമ്പുള്ള വിഷയം സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട്. അവരോട് അദ്ദേഹം പറയാണ്, ഞാൻ ബദറിലെ 300ഓളം സഹാബികളെ കണ്ടിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അവരോട് വല്ല ചോദ്യവും ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഹാബികളുടെ കൂട്ടത്തിലെ മറ്റുള്ളവരിലേക്ക് കൈമാറും. അവർ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഉത്തരം പറഞ്ഞ് ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് അറിയിക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മറ്റൊന്ന്, ഇത് ദീനാണ്, കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ എന്ന് നമ്മൾക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംസാരം നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യാക അൻ തദ്ഉ അലാ ജഹാലത്തിൻ, അറിവില്ലാതെ നീ ദഅവത്ത് നടത്തരുത്, അറിയാത്ത കാര്യം നീ സംസാരിക്കരുത്. വഇയ്യാക അൻ തതകല്ലമ ഫീമാ ലാ തഅലം, അറിയാത്ത വിഷയത്തിൽ നീ അറിവില്ലാതെ സംസാരിക്കുന്നത് നീ സൂക്ഷിക്കണം. ഫൽ ജാഹിലു യഹ്ദിമു വലാ യബ്നി, ഒരു അറിവില്ലാത്തവൻ അവൻ ദീനിനെ പൊളിക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ദീനിനെ സംരക്ഷിക്കുക, അതിനെ നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. വയുഫ്സിദു വലാ യുസ്ലിഹ്, അറിവില്ലാത്തവൻ അവൻ അറിവില്ലാത്തത് സംസാരിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് ഒരു ഫസാദാണ്, കുഴപ്പമാണ് അവൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ അവിടെ നന്മയല്ല അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഫത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദീനിന്റെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, ഒരുപക്ഷെ നമ്മളെ നാട്ടുകാർ കാണുന്നത് അവൻ അവിടെ 1-2 വർഷം പഠിച്ച കുട്ടിയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം സുയൂത്തി റഹിമഹുല്ല പറഞ്ഞതുപോലെ, അൽ ആലിമു ഇൻദൽ അവാം മൻ സഇദൽ മിമ്പർ, മിമ്പർമ കയറിയ ആളായിരിക്കും ഒരു സാധാരണക്കാരന്റെ അടുത്ത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ. അവർ ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അവര് കുറച്ച് പഠിച്ച കുട്ടികളാണ്, അവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന ഒരു ബോധമൊക്കെ അവർക്ക് ഉണ്ടാകുള്ളൂ. പക്ഷെ അവർ ചോദിക്കണ നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അവർ വിചാരിക്കാന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പറയാൻ പാടില്ല. നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകണം. ഞാൻ ദീനാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്കറിയാത്തത് ഞാൻ പറഞ്ഞു പോകുമോ എന്നൊരു പേടി ഉണ്ടാകണം. നോക്കൂ, അബു ഹുസൈൻ അൽ അസദി റഹിമഹുല്ല പറയുന്നത്, ഇന്ന അഹദക്കും ലയുഫ്തി ഫിൽ മസ്അല, ഒരു വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എന്നാൽ അദ്ദേഹം ആളുകൾ ഇങ്ങനെ ഫത്വ കൊടുക്കുന്ന വിഷയത്തിൽ ഒരു തസാഹുൽ, അത്ര തന്നെ ഗൗരവം കാണുന്നില്ലയോ എന്ന് അയാൾക്ക് അദ്ദേഹത്തിന് തോന്നിയ സന്ദർഭത്തിൽ പറയും, നിങ്ങളിൽ ഒരുത്തൻ ഒരു വിഷയത്തിൽ ഒരു ഫത്വ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ലൗ വറജ അലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ വിഷയം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തേക്കാണ് വന്നതെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം പണ്ഡിതനായ വലിയ അറിവുള്ള മഹാനായ സ്വഹാബിയാണ്. നിങ്ങളിപ്പോൾ ഈ വിഷയം വന്നപ്പോൾ നിങ്ങൾ തന്നെ അങ്ങ് ഫത്വ കൊടുക്കുന്നു. ഈ വിഷയം ഉമർ റളിയല്ലാഹുവിന്റെ പക്കലാണ് എത്തിയിരുന്നതെങ്കിൽ ലജമഅ ലഹ അഹ്ല ബദർ, ബദറിൽ പങ്കെടുത്ത സഹാബികളൊക്കെ വിളിച്ചുകൂട്ടും, എന്താണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത് എന്ന വിഷയം ചർച്ച ചെയ്യാൻ. അത്രമേൽ അദ്ദേഹം പേടിച്ചിരുന്നു എന്നാണ്. നിങ്ങളിപ്പോ ഇങ്ങനെ ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഉമറിന്റെ കാലഘട്ടത്തിൽ ഉമറിനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പണ്ഡിതന്മാരായിട്ടുള്ള സഹാബികളൊക്കെ വിളിച്ചുകൂട്ടിയിട്ടാണ് ഇതിന് മറുപടി പറഞ്ഞിരുന്നതെന്നാണ്. നമ്മൾ അവരെവിടെ കിടക്കുന്നത്? അതാണ് വ്യത്യാസം. അൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരാൾ വന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ ഉഹ്സിനുഹു, എനിക്കത് നന്നായി അറിയില്ല, അതിന്റെ ഉത്തരം കൃത്യമായി എനിക്കതിന്റെ ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വന്ന വ്യക്തി പറഞ്ഞു, ഇന്നി ജിഅ്തു ഇലൈക ലാ അഅരിഫു ഗൈറക്, ഞാൻ നിങ്ങളുടെ അടുത്തേക്കാണ് ചോദിക്കാൻ വന്നത്, നിങ്ങളെ അല്ലാതെ എനിക്ക് അറിയില്ല, വേറൊരാളെ ഒരു പണ്ഡിതനെ എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ല, ലാ തൻദുർ ഇലാ തൂലി ലിഹ്യതി, എന്റെ താടിയുടെ നീളം നീ നോക്കണ്ട. വകസ്റത്തി നാസി ഹൗലി, എന്റെ ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നതൊന്നും നീ നോക്കണ്ട, ഒരുപാട് ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നീ നോക്കണ്ട.
വല്ലാഹി മാ ഉഹ്സിനുഹു, സത്യം നീ ചോദിച്ച കാര്യം എനിക്ക് അറിയില്ല, കൃത്യമായി എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന സദസ്സിലുള്ള ഒരു പ്രായം ചെന്ന വ്യക്തി പറഞ്ഞു, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഇൽസംഹ, ഈ നിലപാടിൽ നീ തുടരണം, അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയണം. ഖാസിം ഇബ്നു മുഹമ്മദിനോട് പറയുകയാണ് റഹിമഹുല്ലാ, ഫവല്ലാഹി മാ റഅയ്തുക ഫീ മജ്ലിസിൻ അംബല മിൻകൽ യൗം, താങ്കളെപ്പോലെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാളെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു സദസ്സിലും. ആ സമയത്ത് അൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാ പറയുകയാണ്, വല്ലാഹി ലഅൻ യുഖ്തഅ ലിസാനി, വല്ലാഹി ലഅൻ യുഖ്തഅ ലിസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ അതകല്ലമ ബിമാ ലാ ഇൽമ ലീ ബിഹി. അല്ലാഹുവാണ് സത്യം, എന്റെ നാവ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ? എനിക്കറിവില്ലാത്ത വിഷയം ഞാൻ സംസാരിക്കുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ നാവ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം എന്നാണ് അദ്ദേഹം. എനിക്കറിയാത്തത് എന്റെ നാവിലൂടെ വരിക എന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ നാവ് മുറിച്ചു കളയുക എന്നുള്ളതാണ്. അവർ അത്രത്തോളം അവരെന്ത് ചെയ്തിരുന്നു? പേടിച്ചിരുന്നു. അവർ പണ്ഡിതന്മാരാണ്, നമ്മൾ പഠിച്ചിട്ട് പോലുമില്ല. അവരെവിടെയാണ്? അവർ യഥാർത്ഥത്തിലുള്ള റബ്ബാനികളായ പണ്ഡിതന്മാരാണ്. അവരാണ് ഈ വിനയം കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും അവരും ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. നമ്മളൊരു താഴ്വരയിൽ, അവർ മറ്റേതോ താഴ്വരയിലാണ്, അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ അവർ അത്ര ശ്രദ്ധ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കാണിക്കണം? അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ അറിയാത്തത് പറയാൻ ധൈര്യം കാണിക്കാതിരുന്ന, അറിയില്ല എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ് നമുക്കറിയാം, ഇമാം മാലിക് റഹിമഹുല്ലാ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അറിയില്ല എന്ന് പറയുന്നത് ഇമാം മാലിക്കിന്റെ ജീവിത ചരിത്രം കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകില്ല. അറിയാത്തത് അറിയില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഹൈസം ഇബ്നു ജമീൽ റഹിമഹുല്ലാ പറയാണ്, ശഹിദ്തു മാലിക്കൻ, ഒരിക്കൽ മാലിക്കിന്റെ സദസ്സിൽ ഞാൻ പങ്കെടുത്തു. സുഇല അൻ 48 മസ്അല, 48 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫഖാല ഫി 32 മിൻഹാ ലാ അദ്രി, അതിൽ 32 ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞത് എനിക്കറിയില്ല എന്നാണ്. അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം അതിൽ വലിയ സൂക്ഷ്മത കാണിച്ചിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. ഇമാമു ദാരിൽ ഹിജ്റ, ഇമാമുൽ മദീന, അബു അബ്ദില്ല മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ലാ അദ്രി, അറിയില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച വ്യക്തി പറയുക, ഇന്നഹാ മസ്അലത്തുൻ ഖഫീഫത്തുൻ സഹ്ല, ഇതൊരു ചെറിയ സിമ്പിളായിട്ടുള്ള മസ്അലയാണല്ലോ, വിഷയമാണല്ലോ. ഈ മറുപടിയിൽ ഇമാം മാലിക്കിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം ശക്തമായ രൂപത്തിൽ കോപിച്ചിട്ട് പറഞ്ഞു, ലൈസ ഫിൽ ഇൽമി ഖഫീഫ്, ദീനിയായ വിജ്ഞാനത്തിൽ അങ്ങനെ ചെറുത് ലഘുവായത് എന്നൊന്നില്ല. ഇതൊരു ചെറിയ മസ്അലല്ലേ എന്ന് പറയാവുന്ന ഒന്നില്ല. അമാ സമിഅത ഖൗലല്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ വചനം നീ കേട്ടിട്ടില്ലേ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നാം നിനക്ക് ഇട്ടു നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഭാരമേറിയതാണ്, അതിലൊന്നും ലഘുവായതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറിയ വിഷയമാണെങ്കിലും അറിയാത്തത് നമ്മൾ പറയാൻ പാടില്ല, അറിയാത്തത് പറയാൻ പാടില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇമാം മാലിക് റഹിമഹുല്ലാ, മാ അഫ്തൈതു ഹത്താ ശഹിദ ലി 70 പണ്ഡിതന്മാർ എനിക്ക് ഷഹാദ നൽകിയതിനു ശേഷമല്ലാതെ ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല. 70 പണ്ഡിതന്മാർ, എന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിലെ 70 പണ്ഡിതന്മാർ ഇമാം മാലിക്കിന് ഷഹാദത്ത് കൊടുത്തു, താങ്കൾക്ക് ഫത്വ കൊടുക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമല്ലാതെ ഞാൻ അതിന് അർഹനാണ് എന്ന് 70 പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യംബഗി ലിറജുലിൻ അൻ യറാ നഫ്സഹു അഹ്ലൻ ലിശൈഇൻ, ഒരാൾക്കും സ്വയമേ തോന്നരുത് ഞാൻ അതിന് അർഹനാണ് എന്നുള്ളത്. ഞാനൊക്കെ ഉത്തരം പറയാൻ അർഹനാണ്, ഞാൻ തിരക്കേടില്ല എന്ന് തോന്നരുത്.
ഹത്താ യസ്അല മൻ കാന അഅലമ മിൻഹു, അവനേക്കാൾ അറിവില്ലാതെ കൂടെ അവൻ ചോദിക്കുന്നത് വരെ ചോദിക്കണം എനിക്കതിനായിട്ടുണ്ടോ എന്നുള്ളത്. വമാ അഫ്തൈതു ഹത്താ സഅൽതു റബീഅത വയഹ്യ ബിൻ സഈദ്, ഞാൻ ഇമാം റബീഅയോടും അതുപോലെ തന്നെ യഹ്യ ബിൻ സഈദിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫത്വ ഞാൻ ചോദിക്കുന്നത് വരെ. ഫഅമറാനി ബിദാലിക്, അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഫത്വ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പയാണ് ഞാൻ ഫത്വ കൊടുത്തത്. വലൗ നഹയാനി, അവർ രണ്ടുപേരും എന്നോട് പറയുകയാണ് താങ്കൾ ഫത്വ കൊടുക്കാറായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇൻതഹൈതു, ഞാൻ ആ പണി അവസാനിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നില്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നേക്കാൾ അറിവുള്ള വ്യക്തികളുടെ ഷഹാദ കിട്ടിയതിനു ശേഷമാണ് അവർ പറയാൻ തുടങ്ങിയത് എന്നാണ്, സ്വന്തമായി ഫത്വ പറയാൻ തുടങ്ങിയത്. ഇമാം മാലിക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞത് കാണാം, കാന ഇദാ സുഇല അൻ മസ്അലത്തിൻ, ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടാൽ കഅന്നഹു വാഖിഫുൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗനരകങ്ങൾക്കിടയിൽ നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് നൃത്തം ഉണ്ടാവുക. കാരണം ഈ ചോദ്യത്തിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞ് അതിന്റെ പേരിൽ നരകത്തിൽ കടക്കുമോ, സ്വർഗനരകത്തിനിടയിൽ നിൽക്കുന്നത് പോലെ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നരകവും സ്വർഗവും അറിവില്ലാതെ പറഞ്ഞാൽ നരകത്തിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ നിൽക്കുന്നത് പോലെ അത്രയും ബേജാറോടുകൂടിയാണ് അദ്ദേഹം ദീനിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ്. അബൂ നുഐം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മാ റഅയ്തു ആലിമൻ അക്സറ ഖൗലൻ ലാ അദ്രി മിൻ മാലിക് ബിൻ അനസ്, മാലിക് ബിൻ അനസിനേക്കാൾ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. ലാ അദ്രി എന്ന് പറയുന്നതിൽ ഇമാം മാലിക്കിനെ പോലെ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, തഅല്ലം ലാ അദ്രി, നീ ലാ അദ്രി എന്ന് പറയാൻ പഠിക്കണം, അറിയില്ല എന്ന് പറയാൻ പഠിക്കണം. അറിയാത്തത്, അറിവുള്ളത് പറയുന്ന വിഷയം ഞാൻ അവസാനം പറയാം. അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ നീ പഠിക്കണം. കാരണം ഫഇന്നക ഇൻ ഖുൽത ലാ അദ്രി, നീ അറിയാത്തൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അല്ലമൂക ഹത്താ തദ്രിയ, അറിവുള്ള ആളുകൾ നിനക്ക് അറിയുന്നത് വരെ അവർ പഠിപ്പിച്ചു തരും. അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു തരാൻ ആളുകൾ ഉണ്ടാകും. അറിയുമെന്ന് വെച്ചാൽ ആളുകൾ ആരും എന്നെ പഠിപ്പിക്കാൻ വരൂല. ഒരു വിഷയം അറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നിന്നെ പഠിപ്പിക്കാൻ ഉണ്ടാകും. എന്നാൽ വൈൻ ഖുൽത അദ്രി, നീ അറിയും എന്ന് പറഞ്ഞാലോ സഅലൂക ഹത്താ ലാ തദ്രിയ, നിന്നോട് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം നിനക്ക് പറയേണ്ടി വരും എന്ത്, അറിയില്ല. അറിയില്ല എന്ന് പറയുന്നത് വരെ നിന്നോട് എന്ത് ചെയ്യും, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നതായിട്ട് ചില സലഫുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം. ഇങ്ങനെ സലഫുകൾ, ഇമാം മാലിക് മാത്രമല്ല, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ, അവരൊക്കെ അവർക്കറിയാത്ത വിഷയം അവർ അറിയില്ല എന്നു തന്നെ പറഞ്ഞിരുന്നു എന്ന് നമ്മൾക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ അഹബ്ബ അൻ യുസ്അൽ, എന്നോട് ചോദിക്കണം, ആളുകൾ എന്നോട് ചോദിക്കണം എന്നൊരുത്തൻ ആഗ്രഹിച്ചാൽ ഫലൈസ ബിഅഹ്ലിൻ അൻ യുസ്അൽ, അവൻ ചോദിക്കാൻ അർഹനല്ല. എന്നോട് ആളുകൾ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉത്തരം പറയാമായിരുന്നു, എന്നോട് ആളുകൾ ചോദിക്കട്ടെ എന്നൊരുത്തൻ കൊതിച്ചാൽ ആഗ്രഹിച്ചാൽ അവൻ ചോദിക്കാൻ അർഹനല്ല എന്നാണ്. അതാണ്, അറിയുന്ന വിഷയമാണെങ്കിൽ പോലും ആളുകൾ എന്നോട് ചോദിക്കട്ടെ, അപ്പൊ അതിനുത്തരം പറയാം. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയുന്നത് പറയുക എന്നുള്ളതാണ് അതിന്റെ ശരി. അറിയാത്തത് അറിയില്ല എന്ന് പറയലുമാണ് അതിന്റെ ശരി. എന്നോട് ചോദിക്കണം, ഞാനാണ് അതിന് ഉത്തരം. എന്തുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചില്ല എന്നൊക്കെ ചിന്താഗതി വളരെ വളരെ മോശം ചിന്താഗതിയാണ്. എന്തുകൊണ്ട് എന്നോട് അവൻ ചോദിച്ചു? ഞാനായിരുന്നല്ലോ മറ്റവനേക്കാൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ യോഗ്യൻ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ വൃത്തികെട്ട ചിന്തകളാണ്. ഒരിക്കലും നമ്മൾക്ക് യോജിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് യോജിച്ച ചിന്തകളല്ല.
നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ സഹാബികളുടെ ചരിത്രം തന്നെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു അബി ലൈല അദ്റക്തു 20 വമിഅതൻ മിനൽ അൻസാർ, 120 അൻസാരി സഹാബികളെ, അദ്റക്തു 20 വമിഅതൻ മിനൽ അൻസാരി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് 120 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. യുസ്അലു അഹദുഹും അനിൽ മസ്അല, അവരോട് എന്തെങ്കിലും മസ്അലയെക്കുറിച്ച് ചോദിക്കും, അവർ ചോദിക്കപ്പെടും. ഫയറുദ്ദുഹ ഹാദാ ഇലാ ഹാദാ വഹാദാ ഇലാ ഹാദാ ഹത്താ തർജിഅ ഇലൽ അവ്വൽ, അദ്ദേഹം തൊട്ടടുത്ത സഹാബിയിലേക്ക് മടക്കും, അദ്ദേഹത്തോട് ചോദിച്ചോളൂ എന്ന് പറയും. അയാൾ തൊട്ടടുത്തേക്ക് മടക്കും. അങ്ങനെ ആദ്യം ചോദിച്ച ആളിലേക്ക് എന്ത് ചെയ്യും? ആ ചോദ്യം തിരിച്ചെത്തും. ഞാൻ ഉത്തരം പറയണം, ഞാനാണ് ഉത്തരം പറയേണ്ടത്. ഉത്തരം പറയാനുള്ള കൊതി ഒന്നുമില്ല അവർക്കറിയാഞ്ഞിട്ടല്ല, അവർക്കറിയാം. പക്ഷേ ഇങ്ങനെ ഉത്തരം പറഞ്ഞ് പ്രശസ്തി നേടുക എന്നുള്ളതും അവർ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇത് ദീനിയായ കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയോട് ചോദിച്ചത് കാണാം, അയ്യുഹുമ അഫ്ദൽ അൽ കലാമു അവിൽ ഇംസാക്, ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം പറയലാണോ ഉത്തരം പറയാതിരിക്കലാണോ നല്ലത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അൽ ഇംസാഖു അഹബ്ബു ഇലയ്യ ഇല്ലാ ലി ദറൂറത്തിൻ, മിണ്ടാതിരിക്കലാണ് നല്ലത്, നിർബന്ധിത സാഹചര്യത്തിലൊഴികെ, പറയേണ്ടതാണെങ്കിലേ പറയാവൂ എന്നാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ല, മഹാനായ താബിഈൻ, അദ്ദേഹം കാന സഈദ് ഇബ്നുൽ മുസയ്യിബ് ലാ യകാദു യുഫ്തി ഫുതിയ, അദ്ദേഹം ഫത്വ കൊടുക്കാറുണ്ടായിരുന്നില്ല. വലാ യഖൂലു ശൈഅൻ, അദ്ദേഹം ഒന്നും പറയാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ഫത്വ കൊടുക്കാറുണ്ടായിരുന്നില്ല, ഒന്നും പറയാറുണ്ടായിരുന്നില്ല. ഇല്ലാ ഖാല, ഈ രൂപത്തിൽ പറഞ്ഞിട്ടല്ലാതെ. അദ്ദേഹം ഒരു ഫത്വ കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ, അദ്ദേഹം ദീനിയായിട്ടുള്ള ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറയും, അല്ലാഹുമ്മ സല്ലിംനി വസല്ലിം മിന്നി, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണം ഈ സംസാരത്തിൽ, എന്നിൽ നിന്നുണ്ടാകുന്ന കാര്യത്തിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷ നൽകണമേ എന്ന്, അല്ലെങ്കിൽ എന്നെ ഏറ്റെടുക്കണമേ എന്ന്, എന്നെയും എന്നിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളെയും അല്ലാഹു നീ ഏറ്റെടുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഫത്വ പറയാൻ ധൈര്യപ്പെടുക എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ഫത്വ പറയാൻ താല്പര്യം കാണിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അതിയായ ധൈര്യം കാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ അറിവിനെയല്ല അറിയിക്കുന്നത്, മറിച്ച് അവന്റെ അറിവ് കുറവിനെയാണ് അറിയിക്കുന്നത് എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. സലഫുകളുടെ കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, ചില സലഫുകളിൽ നിന്ന് വന്നത് കാണാം, അജ്സറുന്നാസി അലൽ ഫുതിയ, ഫത്വ കൊടുക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ, അഖല്ലുഹും ഇൽമ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ അറിവുള്ള ആളുകൾക്കാണ് അതിന് ധൈര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അറിവ് കുറഞ്ഞവർക്ക് അതിന് ധൈര്യം ഉണ്ടാകുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫത്വ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ദീനിയായ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാവുന്ന രൂപത്തിൽ വിധി പറയുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പദവിയാണ്. അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ഇമാം ഖാസിം റഹിമഹുല്ല തന്നെ പറഞ്ഞത് കാണാം, മിൻ ഇക്റാമിർ റജുലി നഫ്സഹു, ഒരു മനുഷ്യൻ തന്റെ സ്വന്തത്തെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് അല്ലാ യഖൂല ഇല്ലാ മാ അഹാത ബിഹി ഇൽമുഹു, അവൻ അറിയാവുന്ന കാര്യം മാത്രം സംസാരിക്കുക എന്നുള്ളത് ഒരുത്തൻ സ്വന്തത്തെ തന്നെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അറിയാത്തത് നമ്മൾ പറയുക എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന ആദരവ് കേടാണ്, അല്ലെങ്കിൽ സ്വന്തത്തോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് അറിയാത്തത് പറയുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, യാ അഹ്ലൽ ഇറാഖ്, ഇറാഖുകാരെ, വല്ലാഹി അല്ലാഹുവാണേ സത്യം, മാ നഅലമു കസീറൻ മിമ്മാ തസ്അലൂനനാ അൻഹു, നിങ്ങൾ ചോദിക്കുന്ന അധിക ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയില്ല. അല്ലാഹുവാണേ സത്യം, നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയും,
വലഅൻ യഈശ അർറജുലു ജാഹിലൻ ഇല്ലാ അൻ യഅലമ മാ ഫറദല്ലാഹു അലൈഹി. ഒരുത്തൻ അവന് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്താണോ അത് മാത്രം അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ, അവൻ എന്താ അറിയുള്ളൂ? അവൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം, അള്ളാഹുവിന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്താണോ അത് മാത്രം അറിഞ്ഞ് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അവനൊരു അറിവില്ല. അങ്ങനെ ജീവിക്കുക, ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ് ഖൈറുൻ ലഹു, അവൻ ഉത്തമമായിട്ടുള്ളത്, മിൻ അൻ യഖൂല അലല്ലാഹി വറസൂലിഹി മാ ലാ യഅലം, അള്ളാഹുവിന്റെ പേരിലും റസൂലിന്റെ പേരിലും അറിയാത്തത് പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നതിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്താണ്? അവന് അള്ളാഹു അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ കുറിച്ച് അവൻ അറിവുണ്ട്, അതിന്റെ അപ്പുറത്തേക്കൊന്നും അവൻ അറിയില്ല, ബാക്കിയുള്ള വിഷയത്തിലൊക്കെ അവൻ ജാഹിലാണ്. അങ്ങനെ ജീവിക്കലാണ് ഖൈർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അറിവില്ലാത്ത സംസാരിക്കുന്നതിനേക്കാൾ എന്നാണ് ഇമാം ഖാസിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മിനിമം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകലാണ് ഖൈർ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നിട്ട് പഠിപ്പിക്കുമ്പോ അറിവില്ലാത്തതൊക്കെ മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് അറിവില്ലാതെ അള്ളാഹുവിന്റെ പേരിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലും ദീനിന്റെ പേരിലും അറിയുന്നേക്കാൾ ഖൈർ മിനിമം കാര്യങ്ങൾ അറിഞ്ഞ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ജാഹിലായി ജീവിക്കലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത് പറയാനുള്ള കാരണം? ജാഹിലായി ജീവിക്കുക, ജഹലിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ചെന്താണ്, അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് അത്രമേൽ അപകടമുള്ള കാര്യമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, സമിഅ്തു മാലികൻ യഖൂൽ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ അജലതു ഫിൽ ഫത്വ നൗഉ മിനൽ ജഹ്ലി വൽ ഖറഖ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ അജലതു ഫിൽ ഫത്വ, ഫത്വ കൊടുക്കുന്നതിൽ ധൃതി കാണിക്കുക എന്നുള്ളത് നൗഉ മിനൽ ജഹ്ലി വൽ ഖറഖ്, അത് അറിവില്ലായ്മയുടെ വിഡ്ഢിത്തത്തിന്റെ ഒരു ഇനമാണ്. ജഹലിന്റെയും ഖറഖ് എന്ന് പറഞ്ഞാൽ ഹമാഖത്ത്, വിഡ്ഢിത്തം, അതിന്റെ ഒരു ഇനമാണ്. വകാന യുഖാൽ, പറയപ്പെടാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിന്റെ ഭാഗമാണ്, അത്തഅന്നി മിനല്ലാഹ്, അവധാനത, ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി കാണിക്കുക എന്നുള്ളത് എന്താണ്? ശൈത്താനിൽ നിന്നാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യണ്ട? അറിയാത്തത് പറയേണ്ടതില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതൊന്ന് പഠിച്ച് കൃത്യമായി ചോദ്യം മനസ്സിലാക്കി അറിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ചോദ്യം മനസ്സിലാക്കാതെ പെട്ടെന്ന് ഉത്തരം, അതാണ് ഫത്വയിൽ ധൃതി കാണിക്കുക എന്നുള്ളത്. ഇപ്പോ അയ്യൂബ് സിഖ്തിയാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു ശൈലി അദ്ദേഹം പറയുന്നത് കാണാം, ഖാന അയ്യൂബ് ഇദാ സഅലഹു സായിൽ, ചോദ്യകർത്താവ് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഖാല ലഹു, അദ്ദേഹത്തോട് അയ്യൂബ് സിഖ്തിയാനി പറയും, അഇദ് ലഹു, ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാൻ പറയും. അഇദ്, ഖാല ലഹു അഇദ്, ഒന്നുകൂടി ആവർത്തിക്കാൻ പറയും അതേ ചോദ്യം തന്നെ. ഫഇൻ അആദ السؤال كما سأله عنه أولا, ആദ്യം ചോദിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം രണ്ടാമതും ചോദ്യം ആവർത്തിച്ചതെങ്കിൽ അജാബഹു, അതിന് മറുപടി കൊടുക്കും. ആദ്യത്തെ ചോദ്യം തന്നെയാണ് രണ്ടാമതും ചോദിച്ചതെങ്കിൽ അതിന് മറുപടി കൊടുക്കും. വഇല്ലാ ലം യുജിബുഹു, ആദ്യത്തെ ചോദ്യം ഒന്ന് വേറെ, രണ്ടാമത് ആവർത്തിക്കാൻ പറഞ്ഞപ്പോൾ ചോദ്യം മാറിപ്പോയിണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യൂല? ഉത്തരം പറയില്ല. വഹാദാ മിൻ ഫഹ്മിഹി വഫിത്നതിഹി റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ അറിവിന്റെയും അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെയും ഒക്കെ ഒരു തെളിവാണ്. കാരണം ഇദ്ദേഹം ചോദിക്കുന്നത് ഇയാൾക്ക് തന്നെ വ്യക്തതല്ല, അതാണ് ഒന്നാമത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ ചോദ്യം മാറിപ്പോയത്. ചോദിക്കുന്ന ആൾക്ക് തന്നെ എന്തില്ല? ചോദ്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഫവായിദുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ആവർത്തിക്കുക എന്നത് എന്താണ്? ചോദ്യം വ്യക്തമാകാൻ അത് സഹായകമാകും. അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി എന്ത് ചെയ്യണം? അതിൽ നിന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അറിയുന്നതാണ് പറയേണ്ടത്. അറിവില്ലാത്തത് പറയുക എന്നുള്ളത് അതിന്റെ അപകടങ്ങൾ വേറെയുണ്ട്, ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയാത്തത് പറയുക, ഇതൊക്കെ വലിയ തെറ്റാണ്. വൻ പാപങ്ങളിൽപ്പെട്ട അറിവില്ലാത്ത സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ തെറ്റുകളിൽപ്പെട്ടതാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങളുടെ നാവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കളവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് ഹലാലാണ്, ഹാദാ ഹലാൽ വഹാദാ ഹറാം, ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. നമുക്ക് തോന്നുന്ന പോലെ ഇത് ഹറാം ഇത് ഹലാൽ എന്ന് പറയാൻ പാടില്ല. ഇന്ന് ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് പറയാൻ ആളുകൾക്ക് പേടിയില്ല. ഹറാമായ കാര്യം അതൊക്കെ അനുവദനീയമാണെന്ന് പറയാണ്, അനുവദനീയമായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുകയാണ്. അവരുടെ ബുദ്ധിയും അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലും അനുസരിച്ച് അവർ അടിച്ചുവിടാൻ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അങ്ങനെ ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയുന്നവൻ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല, അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ലിയഹ്ദർ അഹദുക്കും അൻ യഖൂൽ, ഓരോരുത്തരും അവൻ പറയുന്നത് സൂക്ഷിക്കണം. അഹല്ലല്ലാഹു കദാ വഹറമല്ലാഹു കദാ, അള്ളാഹു ഇന്നത് ഹലാലാക്കിയിട്ടുണ്ട് ഇന്നത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. ഫയഖൂലുല്ലാഹ്, അല്ലാഹ് പറയും, കദബ്ത അല്ലെങ്കിൽ കദിബ്ത, നീ പറഞ്ഞത് കളവാൻ, ലം ഉഹില്ല ഹാദാ വലം ഉഹർരിം ഹാദാ, ഞാനിത് ഹലാലാക്കിയിട്ടില്ല, നീ ഹറാമാണെന്ന് പറഞ്ഞ് ഞാൻ ഹറാമാക്കിയിട്ടില്ല എന്ന് അല്ലാഹ് പറയുന്നതാണ്, പറഞ്ഞത് തെറ്റാണെങ്കിൽ. അപ്പൊ നമ്മൾക്കതിന് അറിയാത്ത കാര്യം ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് പറയാൻ നമ്മൾക്ക് യാതൊരു അർഹതയുമില്ല. നമ്മൾക്കതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അത് നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പഠിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിഷയം ദീനിയായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ദീനിയായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ നമ്മുടെ കുടുംബത്തിനോ നമ്മളെക്കാൾ താഴെയുള്ള ആൾ, നമ്മളൊക്കെ വലിയ പണ്ഡിതന്മാരല്ലെങ്കിൽ നമ്മളൊക്കെ ചോദിച്ച ഉത്തരം കിട്ടുന്ന ആളുകൾ, ഇവനൊക്കെ ദീനുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ തോന്നിയ ഒരു സഹോദരൻ നമ്മോട് ചോദിക്കുമ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും തിരിച്ച് ദീനിയായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടാകണം. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്നത് പോലെ എന്തെങ്കിലും തോന്നിയത് പറയാൻ നമ്മൾ ഒരിക്കലും അതിന് ധൈര്യം കാണിക്കരുത്. നന്നായി പേടിക്കണം. ദീന് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല ബേജാറുണ്ടാകണം, പേടിയുണ്ടാകണം. എന്ന് പറഞ്ഞാൽ അറിയുന്ന കാര്യം മറച്ചു വെക്കണം എന്നാണോ? ഒരിക്കലുമല്ല. അത് വേറെ മറ്റൊരു അപകടകരമായ കാര്യമാണ്. കിസ്മാനുൽ ഇൽം, അറിവ് മറച്ചുവെക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സുഇല അൻ ഇൽമിൻ, ഒരു അറിവിനെ സംബന്ധിച്ച് ഒരാൾ ചോദിക്കപ്പെട്ടു, ഫകതമഹു, അയാൾക്ക് അറിയുന്ന കാര്യമായിരുന്നു പക്ഷെ അദ്ദേഹം മറച്ചുവെച്ചാൽ, ഉൽജിമ യൗമൽ ഖിയാമത്തി ബിലിജാമിൻ മിൻ നാർ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൻ, ഒരു മൂക്ക് കയർ അദ്ദേഹത്തിന് ഇടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറെ റിവായത്തിൽ കാണാം, മൻ കതമ ഇൽമൻ, ഒരാൾ ഒരു അറിവ് മറച്ചുവെച്ചാൽ, അൽ ജംഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ ബിലിജാമിൻ മിൻ നാർ, ഒരുത്തൻ അവൻ അറിയാവുന്ന ഒരു കാര്യം മറച്ചുവെച്ചാൽ അതിന്റെ പേരിൽ അവന് അള്ളാഹു നരകത്തിൽ നിന്നുള്ള ഒരു മൂക്ക് കയർ, ഒരു കടിഞ്ഞാൻ അവനെ ധരിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതതിന്റെ മറ്റൊരു ഭാഗമാണ്. അറിയുന്നത്, കൃത്യമായി ബോധ്യമുള്ളത്, നമ്മൾ മനസ്സിലാക്കിയത്, പഠിച്ചത് നമ്മൾ പറയാതിരിക്കരുത്, അത് നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കരുത്. എല്ലാ കാര്യങ്ങളും അതിന്റെ കൃത്യമായ അളവിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ ഒരു കോണിൽ നിന്ന് തന്നെ ചിന്തിച്ചതിനെ മനസ്സിലാക്കുകയും അതിന്റെ മറുവശം, അതിലെന്താണ് നിർദ്ദേശം വന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ്, അത് ആ ഒരു കോണിലൂടെയും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയും അവിടെ ആ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനും സാധിക്കും. അപ്പൊ അറിയുന്ന കാര്യം, പഠിച്ച കാര്യം അത് മറച്ചുവെക്കുക എന്നുള്ളതും ശരിയല്ല. അറിയാത്ത കാര്യം അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളതും എന്താണ്? ശരിയല്ലാത്ത കാര്യമാണ് എന്നുള്ള നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് രണ്ടും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട്, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ്,
അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് ചിലപ്പോ ചോദ്യം വരും. ചോദ്യം വരുമ്പോ അവിടെ നമുക്കൊരു ബേജാറും പേടിയൊക്കെ ഉണ്ടാകണം. എന്തെങ്കിലും നമ്മൾ മറുപടി പറയുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള വിനയം നമ്മൾക്കുണ്ടാകണം. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അറിവില്ലാതെ സംസാരിക്കുന്നതിലൂടെ എന്താണ്? നമ്മുടെ പരലോകമാണ്. ഇത് ദീനാണ്. ദീനിന്റെ ഹുർമത്ത്, അതിന്റെ പവിത്രത ദീൻ പഠിക്കുന്ന നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ പഠിക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അത് നമ്മുടെ മനസ്സിൽ അതിന് വലിയ വില കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദീനിയായിട്ടുള്ള കാര്യത്തിലൊന്നും പറയാനും ഒന്നൊരു പേടി ഉണ്ടാകില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ മഹത്വമുള്ള അറിവാണ്, ഏറ്റവും മഹത്വമുള്ള അറിവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീനിയായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിൽ അഭിപ്രായം പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. വേറെ നാട്ടിലെ ബാക്കിയുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഇതുപോലെ പറയേണ്ട ഒരു കാര്യമല്ല ദീനിന്റെ കാര്യം. നമ്മളുടെ ഖദർ ആദ്യം മനസ്സിലാക്കുക. നമ്മളെത്രത്തോളം ഉണ്ട് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇടപെടേണ്ട കാര്യത്തിലേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. അറിവുള്ള ആളുകൾ, അതുപോലെ തന്നെ വിവരമുള്ള ആളുകൾ ഇടപെടേണ്ടതിൽ അവരാണ് ഇടപെടേണ്ടത്. നമ്മൾ അതിലിടയിൽ കയറി ഇടപെടാൻ പാടില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അറിയാത്തത് നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. അറിയാത്തത് ദീനിന്റെ പേരിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണത്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിനയത്തോടുകൂടി പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ, അത് മറ്റുള്ളവരിലേക്ക് കൃത്യമായി പഠിച്ചത് എത്തിക്കാൻ, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.